SCERT സിലബസിലെ 7th സ്റ്റാൻഡേർഡിലെ മാത്സിലെ പേജ് നമ്പർ 21 തന്നിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യനാണ് ഇത്. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുള്ളിൽ തന്നിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇതിൽ 2 ആംഗിൾസും അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ പിക്ചറിൽ തന്നിട്ടുള്ളത് എന്താണ്? ഒരു റെക്റ്റാങ്കിളും അതിനുള്ളിലൊരു ട്രയാങ്കിളുമാണ്. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ 4 വശങ്ങളുള്ള റൈറ്റ് ആംഗിളുള്ള 4 വശങ്ങളെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. 4 വശങ്ങളിൽ 2 ഓപ്പോസിറ്റ് വരുന്ന 2 സൈഡ്സ് എന്തായിരിക്കും? പാരലലായിരിക്കും. അതുപോലെ അതിലുള്ള ഓരോ വെർട്ടെക്സിലുള്ള ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അതാണ് റെക്റ്റാങ്കിളിൻ്റെ സ്പെഷ്യാലിറ്റി. ഇതിനുള്ളിലാണ് അവരെന്ത് തന്നിട്ടുള്ളത്? ഒരു ട്രയാങ്കിൾ തന്നിട്ടുള്ളത്. ഇതിൻ്റെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ആംഗിൾ സി എന്ന് പറഞ്ഞാലും ആംഗിൾ ബി എന്ന് പറഞ്ഞതിൻ്റെ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഡി, ഈ 4 വെർട്ടെക്സിൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രിയാണ്. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ ഏതാണ്? OAB എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ? ഈ OAB എന്ന് പറഞ്ഞ ആംഗിളും DAO എന്ന് പറഞ്ഞ ആംഗിളും കൂടിയിട്ടാണ് ആംഗിൾ എ ഉണ്ടായിട്ടുള്ളത് അല്ലേ? ഈ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റൈറ്റ് ആംഗിളാണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടാൻ, ഏത് ആംഗിൾ? DAO എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിളിനുള്ളിലുള്ള ഈ ആംഗിൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 90 ഡിഗ്രിയിൽ നിന്ന് 40 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെങ്ങനെയാണ് എഴുതുക? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ DAO പ്ലസ് ആംഗിൾ OAB. Therefore, angle DAO is equal to angle A minus 40 degree. That means 90 degree minus 40 degree is equal to 50 degree. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ 50 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഈ ആംഗിളാണ് ട്രയാങ്കിളിനുള്ളിലുള്ളത് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ മൂലയിലുള്ള ആംഗിളിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 90 ഡിഗ്രിയിൽ നിന്ന് 25 ഡിഗ്രി കുറച്ചാൽ നമുക്ക് ഈ ആംഗിളും കിട്ടും. അപ്പോൾ ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ആംഗിൾ CDO പ്ലസ് ആംഗിൾ ADO ആണ്. Therefore, ആംഗിൾ ADO is equal to ആംഗിൾ D minus ആംഗിൾ ODC. ദാറ്റ് ഈസ് 90 ഡിഗ്രി മൈനസ് 25 ഡിഗ്രി. എത്രയാണ്? 65 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ് കിട്ടിയത്? 65 ഡിഗ്രി. ഇനി കണ്ടെത്താനുള്ളത് എന്താണ്? ആംഗിൾ AOD ആണ്. അതെങ്ങനെയാണ് കണ്ടെത്തുക? ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയാൽ എത്രയാണ്? ട്രയാങ്കിൾ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഈ 2 ആംഗിൾസ് കിട്ടിയതും കൂട്ടിയിട്ട് 180 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടും. അതൊന്ന് എഴുതി വെക്കാം. നോക്കൂ, ആംഗിൾ ADO പ്ലസ് ആംഗിൾ DAO പ്ലസ് ആംഗിൾ DOA ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ബിക്കോസ് ട്രയാങ്കിൾ സം ഈസ് ആംഗിൾസ്. ഒരു ട്രയാങ്കിളിനുള്ളിലെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയാൽ കിട്ടുന്ന എത്രയാണ്? 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ആംഗിൾ ADO എന്ന് പറഞ്ഞാൽ 65 ഡിഗ്രിയാണെന്ന് നമുക്ക് കിട്ടി. ആംഗിൾ DAO എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രിയാണെന്ന് കിട്ടി. ഇനി നമുക്ക് കിട്ടാനുള്ളത് ആംഗിൾ DOA ആണ്. അപ്പോൾ നമ്മൾ ആംഗിൾ DOAനെ എഴുതിയിട്ട് ഇവിടെ ഇത് രണ്ടും കൂടി കൂട്ടി കിട്ടിയ 150 ഡിഗ്രീനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് 150 ഡിഗ്രി ആവും. അപ്പോൾ 180യിൽ നിന്ന് 115 കുറച്ചാൽ 65 ഡിഗ്രി, 65 ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പോൾ ആ ട്രയാങ്കിളിലെ 3 ആംഗിൾസും നമുക്ക് കിട്ടി. രണ്ടെണ്ണം 65 ഡിഗ്രി ആണെന്നും ഒന്ന് 50 ഡിഗ്രി ആണെന്നും. താങ്ക് യു.